മലയാളികളെ ഏറെ കുടുകൂടാ ചിരിപ്പിച്ച ഒരു ജയസൂര്യ, മിഥുൻ മാനുവൽ കൂട്ടുകെട്ടിൽ പിറന്ന നല്ല അടിപൊളി ചിത്രം തന്നെയായിരുന്നു ആട് എന്ന സിനിമ. ആ ഒരു ചിത്രം ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ നല്ലൊരു പരാജയം തന്നെയായിരുന്നു. പിന്നീട് അത് ഒടിടിയിലേക്ക് വന്നപ്പോൾ എല്ലാ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയായിരുന്നു. അതിനുശേഷം ആ ഒരു ചിത്രത്തിന്റെ 2ാം ഭാഗം വരികയും അതിന്റെ 3ാം ഭാഗത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും ആ ഒരു ചിത്രത്തിന്റെ ആട് എന്ന സിനിമയുടെ 3ാം ഭാഗത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. നടൻ സജു കുറുപ്പ് അദ്ദേഹത്തിന്റെ പുതിയ പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് പ്രകാരം എന്തായാലും ആട് 3 എന്ന സിനിമ ഏപ്രിൽ അവസാനത്തോടുകൂടി ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നുള്ളതാണ്. ഒരു 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ് ആയിരിക്കും. അതുമാത്രമല്ല ഒരു ഫണ്ണി പാക്കേജ് തന്നെ ആയിരിക്കും. മറ്റുള്ള അതിന്റെ 1ാം ഭാഗത്തെ 2ാം ഭാഗത്തെ പോലെ തന്നെ ഈ ഒരു 3ാം ഭാഗവും നല്ല കിടിലനായിട്ടുള്ള കോമഡി വർക്കാവുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഒരു ആടുന്ന സിനിമയിൽ ഷാജി പാപ്പന്റെ കൂടെ തന്നെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന റോള് തന്നെയായിരുന്നു സൈജു കുറുപ്പ് ചെയ്തിരിക്കുന്ന അറക്കൽ അബു എന്നുള്ള കഥാപാത്രം. അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് 1ാം ഭാഗം മുതൽ ഉള്ള എല്ലാ കഥാപാത്രങ്ങളും ഈ ഒരു സിനിമയിൽ പരമാവധി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫൺ പാക്കേജ് തന്നെയായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളതാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് തന്നെയാണ്. ഈ ഒരു സിനിമ എല്ലാവർക്കും സംതൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ട് തന്നെ മാറട്ടെ എന്നുള്ളതാണ് ഈ ഒരു 3ാം ഭാഗത്തിന്റെ അനൗൺസ്മെന്റ് വന്നത് മുതൽ തന്നെ ഈ ഒരു സിനിമയുടെ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. ആട് എന്ന സിനിമയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ആരാധകർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിനിമയിൽ ഓരോ കഥാപാത്രങ്ങൾക്കും കൊടുത്തിട്ടുള്ള ഓരോ ഐഡന്റിറ്റി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഷാജി പാപ്പൻ എന്നുള്ള കഥാപാത്രം ജയസൂര്യയുടെ കരിയറിലെ സിനിമാ കരിയറിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള നോട്ടബിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ഷാജി പാപ്പൻ എന്ന കഥാപാത്രം. ആ ഒരു വേഷത്തിന്റെ കൂട്ടാളികളായിട്ട് വന്നിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും അത് സജു കുറുപ്പായിക്കോട്ടെ, അതുപോലെ തന്നെ ഓരോ കഥാപാത്രങ്ങൾക്കും അതിന്റേതായ രീതിയിൽ അത് നോട്ടബിൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ലൂസിഫറിന്റെ 2ാം ഭാഗമായിട്ടുള്ള എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ അത് ആട് 3 എന്ന സിനിമയായിരിക്കും. ആട് 1, 2 എന്നുള്ള സിനിമകൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ നേടിയ ഒരു ചിത്രം തന്നെയാണ് ആട് എന്ന സിനിമ. ജയസൂര്യയുടെ കത്തനാർ എന്ന സിനിമയ്ക്ക് ശേഷം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം തന്നെയായിരിക്കും ഇത് എന്ന് വിശ്വസിക്കുന്നു.